നീ എന്നെങ്കിലും എൻ്റെ വീട്ടിൽ വരുമോ? നീ വരാമെന്ന് പറയുന്നുണ്ടല്ലോ. എന്നെങ്കിലും കാലത്ത് നീ എൻ്റെ വീട്ടിൽ വരുമോ? എന്നെങ്കിലും. ഒരിക്കലുമില്ല എന്നുള്ളതിന് നെവർ എന്നാണ് പറയുന്നത്, നമ്മൾ കണ്ടു. നീ എന്നെങ്കിലും നിൻ്റെ ജോലി പൂർത്തീകരിക്കുമോ? നീ എന്നെങ്കിലും ഒന്ന് ചെയ്തു തീർക്കുമോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭയങ്കര പതുക്കെയാണ് ചെയ്യുന്നത്. എന്നെങ്കിലും ഇത് തീർക്കുമോ? വിൽ യു എവർ ഫിനിഷ് യുവർ വർക്ക്? നെവറിന് പകരം എന്ത് വന്നു? എവർ വന്നു. പോസിറ്റീവാണ്. അവർ എന്നെങ്കിലും നിന്നിൽ സ്വാധീനം ചെലുത്തുമോ? സ്വാധീനം ചെലുത്തുക, ഇൻഫ്ലുവൻസ്. വിൽ ദേ എവർ ഇൻഫ്ലുവൻസ് യു? ഇതെല്ലാം നമ്മൾ ഫ്യൂച്ചറിൽ ആണ് പറയുന്നത്, ഒരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. നമ്മൾ പൊതുവേ എവർ യൂസ് ചെയ്യുന്നത് ഇത്തരം കോണ്ടെക്സ്റ്റിലായതുകൊണ്ട്. അവർ എന്നെങ്കിലും എന്നെ സംരക്ഷിക്കുമോ? വിൽ ദേ എവർ പ്രൊട്ടക്ട് മീ? ഞാൻ പ്രതീക്ഷിക്കണം അത്. സനീഷ് എന്നെങ്കിലും എന്നോട് ക്ഷമിക്കുമോ? അതുപോലത്തെ തെറ്റാണ് ഞാൻ ചെയ്തത്. എന്നെങ്കിലും സനീഷ് എന്നോട് ക്ഷമിക്കുമോ? വിൽ സനീഷ് എവർ ഫോർഗീവ് മീ? വിജു എന്നെങ്കിലും അവനെ പ്രോത്സാഹിപ്പിക്കുമോ? എത്ര നാളായി? ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലല്ലോ. എന്നെങ്കിലും പ്രോത്സാഹിപ്പിക്കുമോ? എങ്ങനെയായിരിക്കും പറയുക? പ്രോത്സാഹിപ്പിക്കുക എൻകറേജ് ആണ്. വിൽ വിജു എവർ എൻകറേജ് ഹിം? മനസ്സിലായില്ലേ? അപ്പോൾ വിജു വിൽ എൻകറേജ് ഹിം എന്നുള്ളത് വിൽ എന്നാണ് നമുക്കറിയാം. അതിൻ്റെ അകത്ത് എവറും കൂടി ചേർത്തു. ഞാൻ നിന്നോട് എന്നെങ്കിലും അങ്ങനെ സംസാരിച്ചോ? നമുക്കത് പാസ്റ്റ് ടെൻസിന് പറയണം. ഞാൻ എന്നെങ്കിലും നിന്നോട് ആ രീതിയിൽ സംസാരിച്ചോ? ഇല്ലല്ലോ. അങ്ങനെ പറയില്ല. ഡിഡ് ഐ എവർ ടോക്ക് ടു യു ലൈക്ക് ദാറ്റ്? ഇത് നമുക്ക് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരാൻ സാധ്യതയുള്ള ഒരു സെൻറ്റൻസാണ്. ഞാൻ നിന്നോട് അങ്ങനെ എന്നെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ കണ്ടതാണല്ലേ. സംസാരിച്ചിട്ടുണ്ടോ ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ആദ്യത്തെ സെൻറ്റൻസുകളിൽ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചു പോന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇപ്പം ചുമ്മാ വെറുതെ എവർ ആഡ് ചെയ്താൽ മാത്രം മതി. ഹാവ് ഐ എവർ ടോക്ഡ് ടു യു ലൈക്ക് ദാറ്റ്? ഹാവ് ഐ എവർ ടോക്ക് ടു യു ലൈക്ക് ദാറ്റ്? അവർ എന്നെങ്കിലും നിന്നോട് പറഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞോ എന്നല്ല, എന്നെങ്കിലും പറഞ്ഞോ? ഡിഡ് ദേ എവർ ടെൽ യു? അതും സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഡിഡ് ദേ എവർ ടെൽ യു? ദേ ടോൾഡ് യു, ഡിഡ് ദേ ടെൽ യു എന്നൊക്കെ പറയില്ലേ. അവർ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അവർ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മളുടെ വ്യത്യാസം നമ്മൾ കണ്ടതാണ്. അത് ഞാൻ ഒന്നുകൂടി പറയുന്നത്, പഠിച്ചു പോകുന്നാൽ ഇത് ഭയങ്കര സിമ്പിളാണ്. ഹാവ് ദേ എവർ ടോൾഡ് യു? ഹാവ് ദേ എവർ ടോൾഡ് യു? ഇനി ആദ്യത്തെ സെൻറ്റൻസ്, നീ എന്നെങ്കിലും എൻ്റെ വീട്ടിൽ വരുമോ? ട്രൈ ചെയ്ത് നോക്കൂ. വിൽ യു എവർ കം ടു മൈ ഹോം?